നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതിയുടെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു. അതായത് SITയുടെ അന്വേഷണം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് എത്താത്തത്, എന്തുകൊണ്ട് അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം വന്ന് മണിക്കൂറുകളില്ല, മിനിറ്റുകൾക്കുള്ളിൽ 2-3 അറസ്റ്റ് കൂടെ നടന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിലേക്ക് അടക്കം അന്വേഷണം പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ? മേഘ, ഒന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതുപോലായിരുന്നു SIT. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് എന്ത് പെട്ടെന്നാണ് SIT ഇത്ര അന്വേഷണം വേഗമാക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് പോലും യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം തുടരെയാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. തുടരെയുള്ള അന്വേഷണം അത് വമ്പൻ സ്രാവിലേക്ക് യാതൊരു മടിയും ഇല്ലാണ്ട് പത്മകുമാർ വരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ യാതൊരു സംശയം തോന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് അടുത്ത്, അതായത് ഡിസംബർ 5-ന് ശേഷം 1 ഇഞ്ച് SIT മുന്നോട്ട് പോയിട്ടില്ല. കാരണം അത് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം അടക്കം പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അവർക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ ഹൈക്കോടതിയുടെ മുന്നിൽ അവർ പറഞ്ഞിരിക്കുന്നു 1 മാസത്തെ ആ സാവകാശം ഞങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയും അത് ശരിവെക്കാനുള്ള കാരണം തെരഞ്ഞെടുപ്പിനെ അത് രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണ്ട, അതുകൊണ്ട് തന്നെ SITക്ക് ഒരു അനുവാദം കൊടുത്തു. കാരണം ആ അനുവാദം അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴൊരു സംശയം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹൈക്കോടതി 2 ദിവസം മുന്നെയാണ് SITയോടും നമ്മുടെ സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ശരിക്കുമുള്ള സ്വർണം തന്നെയാണോ, അതിന്റെ തെളിവ് എവിടെയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും മേഘ. വിജയ് മല്യ 98-ൽ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പാളികൾ വെക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണുന്ന സംഗതികൾക്ക് റെക്കോർഡ്സ് ഇല്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, യാതൊരു തെളിവുകളില്ല. അവിടെ നിന്ന് അപ്പോൾ കോടതി അങ്ങോട്ട് SITയോട് ചോദിക്കുകയാണ് എന്തിയ തെളിവുകൾ എന്ന്. കാരണം N. വാസു ആദ്യം പറയുന്നത് ചെമ്പാണ്. N. വാസുവിന്റെ അഡ്വക്കേറ്റ് എന്താണ് കോടതി പറഞ്ഞത്? ഇത് ചെമ്പാണ്, സ്വർണമാണെന്നതിനുള്ള തെളിവ് എന്ത് ചെയ്യുന്നു? അഡ്വക്കേറ്റ് ചോദിച്ചിരിക്കുക. അതിനെ മുൻനിർത്തി പത്മകുമാറിന്റെ വക്കീലും ചോദിക്കുന്നു. അപ്പോൾ ഈ തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇവരെ രണ്ടുപേരെ അകത്ത് പിടിച്ചിടാൻ പറ്റുമോ? ഇല്ല. സുഖമായിട്ട് അവർ പുറത്തിറങ്ങി വരും. ഇത് വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്നു. കാരണം SITക്ക് തെളിവുകൾ, ഈ ബുക്ക് അടക്കം റെക്കോർഡ് മിനിറ്റ്സ് അധികം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും ദേവസ്വം ബോർഡ് ഡിലേ വരുത്തുന്നത് നമ്മൾ കണ്ടു, പിടിച്ചു നിർത്തുന്നതായിട്ട് കണ്ടു. പിന്നീടാണ് ഈ റെക്കോർഡുകളെല്ലാം കൊടുത്തത്. ആ റെക്കോർഡുകളിൽ ഒരു പക്ഷേ വിജയമല്യ കൊടുത്തത് ഉൾപ്പെടെ ചിലപ്പം എങ്ങനെയാണ് അത് അപ്രത്യക്ഷമായത്, എന്ത് മറിമായമാണ് സംഭവിച്ചത്? അപ്പൊ ഹൈക്കോടതി SITയോട് ഓരോന്ന് അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ്. ഇതൊക്കെ ബുദ്ധിയുള്ള SITയിലെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടെന്ന കാര്യം ഹൈക്കോടതി അങ്ങോട്ട് പറയാണ്. വിധി ഇങ്ങനെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ ഈ തെളിവുകൾ എടുത്ത് വെക്കെന്നുള്ളത് അങ്ങോട്ട് ഉപദേശം കൊടുക്കുകയാണ്. ഇത് SITക്ക് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഇതിന്റെ തെളിവ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതീ വലിഞ്ഞു തൂങ്ങുന്ന N. വാസു സുഖമായിട്ട് ഊരിപ്പോവും ഇതിന്റെ തെളിവുകൾ കൊടുത്തില്ലെങ്കിൽ എന്നുള്ളത് SITക്ക് അറിഞ്ഞൂടെ? ഇത്രയും വലിയ അന്വേഷണം നടത്തുന്ന ഇത്രയും വലിയ ബുദ്ധി രാക്ഷസന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അത് അറിഞ്ഞൂടെ? അപ്പൊ അവർ അത് എന്തുകൊണ്ട് ആദ്യം അത് അന്വേഷിച്ച് കണ്ടെത്തിയില്ല, അതിന്റെ അന്വേഷണത്തിലേക്ക് പോയില്ല? രണ്ടാമത് N. വാസു പത്മകുമാറിൽ വന്ന് നിൽക്കുന്ന അന്വേഷണം 1 ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് 1 മണിക്കൂർ മുമ്പ് ഹൈക്കോടതി ചോദിച്ചു. വലിയ വിമർശനമാണ് SITക്ക് നേരെ. എന്തുകൊണ്ട് വമ്പൻ സ്രാവുകളെ നിങ്ങൾ പിടിയിലാക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ ആലസ്യം വിട്ടൊഴിഞ്ഞ് മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കാൻ ഇപ്പൊ ഹൈക്കോടതി SITയോട് പറഞ്ഞിരിക്കുകയാണ്. അതിന് 1 മണിക്കൂർ മുമ്പേ നമ്മൾ രാവിലെ വലിയൊരു വാർത്ത കിട്ടി. ഇഡിക്ക് കോടതി ഇത് കൊടുത്തിരിക്കുന്നു, അന്വേഷിക്കാനുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇഡിക്ക് കൈമാറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടതി ഒരു കാലത്തും ഈ ഒരു വിഷയം വിടാതെ ഒതുക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയിൽ ഇത് വലിയ രീതിയിലാണ് ഹൈക്കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു വിശ്വാസ സമൂഹത്തിന് ഏറ്റവും ഒരു അടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത് ഒരു തരത്തിലും ഇതിൽ പിറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ ഹൈക്കോടതി SITയോട് വാൺ ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ SIT ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു? ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തു. സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിൽ തുല്യ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുക. കാരണം സ്മാർട്ട് ക്രിയേഷൻ അറിഞ്ഞുകൊണ്ടാണ് CEO ആണ് അറസ്റ്റ്, പങ്കജ് ഭണ്ഡാരി. കാരണം അറിഞ്ഞുകൊണ്ടാണ് ഏകദേശം 10 വർഷം പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഇടപാടിൽ
നിലപാടിൽ അവർ നിന്നിരിക്കുന്നത്. അത് SITക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നു. എന്നിട്ട് ശങ്കർദാസിനും വിജയകുമാറിന്റെ അറസ്റ്റ് ഇപ്പൊ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഒരു പേരിന് ഒരാളെ ഒരു ദേവസ്വം ബോർഡ് അംഗത്തെ മാത്രം അറസ്റ്റ് ചെയ്തു, ജയശ്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു ബ്ലോക്കായിട്ട് ഒരു അട്ടിമറിയിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതി ഇപ്പൊ വീണ്ടും ഇടപെട്ടിരിക്കുന്നത് ഇതൊരു സൂചനയാണ്. ഇനിയിപ്പോൾ ED അന്വേഷണം ചെറിയ രീതിയിൽ നിൽക്കത്തില്ല. കാരണം പലപ്പോഴും നമ്മൾ ED അന്വേഷണം മാസപ്പടി ലാവ്ലിൻ കേസ് പകുതി വഴി ഇട്ടിട്ട് പോകുന്ന EDയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി ഇങ്ങോട്ട് വന്ന് ചോദിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിക്കണമെന്നുള്ള. അപ്പൊ ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസി വിടാതെ പിന്തുടർന്ന് പിടിമുറുക്കും. കാരണം ഇത് SITക്ക് ഒരു അടി കൂടിയാണ്. SIT അങ്ങനെ നിങ്ങൾ നിർത്തണ്ട, മുക്കണ്ട. ഒരു ഭാഗത്ത് ED അന്വേഷണം വന്നു കഴിഞ്ഞു. ഇനി ED അന്വേഷിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല, വിജയ് മല്യയുടെ റെക്കോർഡ്, അതായത് അന്ന് കൊടുത്ത സ്വർണത്തിന്റെ റെക്കോർഡ് അടക്കം ഇവർ പരിശോധിക്കും. മാത്രമല്ല കള്ളപ്പണ കേസാണ്. കള്ളപ്പണ കേസിൽ എന്തുകൊണ്ടാണ് ED അന്വേഷണം വന്നത്? ആരുടെ മൊഴി പ്രകാരം? രമേശ് ചെന്നിത്തല മെനങ്ങാന്ന് 2 ദിവസം മുമ്പ് കൊടുത്ത ഒരു മൊഴിയുണ്ട്. അന്താരാഷ്ട്ര ബന്ധമുണ്ട്, വ്യവസായിയുടെ പേര് സഹിതം കൊടുത്തു. വ്യവസായി വിളിപ്പിച്ചു. 3 മണിക്കൂറാണ് വ്യവസായി ചോദ്യം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗോവർദ്ധനെ, പങ്കജ് ഭണ്ഡാരി അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതെ ബംഗളൂരുവിലേക്കുള്ള അറസ്റ്റിൽ പലപ്പോഴും SIT അടക്കം അവിടെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തത് രമേശ് ചെന്നിത്തലയുടെ ഒറ്റ മൊഴിയുടെ പ്രകാരം, വ്യവസായിയെ മൊഴി എടുത്തതിന് പ്രകാരം കൂടിയാണ് ഈ അറസ്റ്റ് നടന്നത്. കാരണം ഇത് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഇത് എങ്ങോട്ടൊക്കെ കള്ളക്കടത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് അത് ഒന്ന് നോക്കണം. അതായത് ഈ പറയുന്ന വ്യവസായി പറയുന്നത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ കേട്ടറിവിൽ അന്വേഷിച്ച് ചെന്നപ്പോ ഇത്രയും തെളിവുകൾ അപ്പോൾ ഇത് അനുഭവിച്ച അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു ഡാറ്റ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ പങ്കജ് ഭണ്ഡാരിയെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനപ്പുറം പല കാര്യങ്ങളും അവിടുന്ന് അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇനി ആ അന്താരാഷ്ട്ര ബന്ധം തെളിയിക്കാൻ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് മാറുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ പൈതൃക സമ്പത്തുകൾ രാജ്യത്തിന്റെ അനുമതി ഇല്ലാണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് വരുന്നത്. ഇത് കോടികളുടെ ഇടപാട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോടാനുകോടികളുടെ ഇടപാട്. ഇത് ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങളായിട്ടുള്ള ഇടപാടുകളാണ്. ഇത് മാത്രമല്ല ഇനി ED അന്വേഷണത്തിൽ ഇതിൽ കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ ഏതൊക്കെ അക്കൗണ്ടുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അന്വേഷണം ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ED തൂത്തുവാരിയിട്ട് അത് സർക്കാരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും, സർക്കാരിൽ ഏതൊക്കെ പ്രധാന വ്യക്തികളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് അന്വേഷണം മുന്നോട്ട് പോകും. കാരണം ED ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകില്ല. കാരണം മറ്റേത് കാര്യത്തിൽ രാഷ്ട്രീയം, അതുമല്ല പിണറായി വിജയൻ പഴയതുപോലെ ഒരു ശക്തവാനല്ല, ബലഹീനാണ്. ഇനി ഒരു 4 മാസത്തെ ഒരു തേരോട്ടം മാത്രമേ പിണറായി വിജയനുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു കാലത്തും ഒരു ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല. EDയുടെ അന്വേഷണം ഇതിൽ മാത്രമായിരിക്കത്തില്ല, ശബരിമലയിലെ മറ്റു പല വിഷയങ്ങളിലേക്കും ചെന്ന് കയറും. നമ്മുടെ കൺമുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളും വിജയ് മല്യ കൊടുത്തതും എല്ലാം തെളിവുകളായിട്ടാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച സംഗതി പോലും റെക്കോർഡില്ല എന്നുണ്ടെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ഭക്തർ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന പല കാര്യങ്ങൾക്ക് തെളിവുകളുണ്ടോ? ഈ വജ്രങ്ങള്, സ്വർണങ്ങൾ ഓരോ വർഷം എന്തൊക്കെയാണ് അയ്യപ്പന് കിട്ടുന്നത്? ഭണ്ഡാരത്തിൽ ഇടുന്ന കണക്കുണ്ടോ? 400 കോടിയിൽ നിന്ന് ഓരോ വർഷം കിട്ടുന്നെന്ന് പറയുന്നത് ഇരട്ടിയായിരിക്കാൻ കിട്ടുന്നത്. ഭണ്ഡാരത്തിന് ഇടുന്നതിന് കണക്കുകളും തെളിവുകളും ഇല്ല. അപ്പോഴും ഭണ്ഡാരത്തിന് പുറത്തുള്ളതിന് വല്ലതും കാണും? ഇല്ല. കൊടുക്കുന്ന സ്വർണത്തിന് അമൂല്യ വസ്തുക്കളുണ്ട്. കടകംപള്ളിയുടെ കാലത്താണ് കടകംപള്ളി പറഞ്ഞത് ഇത് ശേഖരിക്കാൻ സ്റ്റോർ റൂമുകളില്ല, അതുകൊണ്ട് ലേലം ചെയ്യണമെന്ന്. എന്തെല്ലാം കാര്യങ്ങൾ ലേലം ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ ശബരിമല മുഴുവനായിട്ട് ഇന്നിപ്പോ ഹൈക്കോടതി പറയുകയും ചെയ്തു, ആരെയാണോ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയത് അവര് തന്നെ വിനാശകരമായി മാറി എന്നുള്ളത്. എന്തായാലും പത്മകുമാറിൽ മാത്രം അല്ലെങ്കിൽ പത്മകുമാറിലൂടെ അവസാനിക്കുമെന്ന് കരുതിയിരുന്ന ആ ഒരു കേസ് അല്ല, പത്മകുമാറിൽ അവസാനിപ്പിക്കാനായിരുന്നു ശ്രമം. അത് N വാസു പറഞ്ഞ, അഡ്വക്കേറ്റ് പറഞ്ഞ ചെമ്പിന് സ്വർണത്തിനുള്ള തെളിവ് എന്തി എന്ന് ചോദിച്ചപ്പോൾ തന്നെ കോടതിക്ക് അത് ബോധ്യപ്പെട്ട അതേ കാര്യം തന്നെ പത്മകുമാറിന്റെ വക്കീലും ചോദിച്ചു. അപ്പോൾ അവിടെ കൊണ്ട് അവസാനിച്ചുകൊണ്ട് പെതുക്കെ കൊണ്ട് ഇതിന് തെളിവില്ലാത്ത പക്ഷം വന്നാൽ കോടതിക്ക് പോലും നീതിദേവതയ്ക്ക് പറയാൻ പറ്റില്ല. ജഡ്ജിയുടെ ബുദ്ധിയിലാണ് ജഡ്ജി അങ്ങോട്ട് പറയുന്നത് ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ. കാരണം ജഡ്ജിക്ക് നന്നായിട്ട് അറിയാം ഇത് അവസാനത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ഈ തെളിവുകളുടെ അഭാവത്തിൽ ഇവര് രക്ഷപ്പെടുമെന്നുള്ളത്. ഇത് SITക്കും അറിയാം. അപ്പൊ അവിടെ ഒരു ഡിലേ വന്നപ്പോൾ അവിടെ ഒരു അട്ടിമറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതന്ന് കോടതി പൊളിച്ചടുക്കി വെച്ചേക്കുവാണ്. ഇന്ന് മര്യാദയ്ക്ക് അന്വേഷണം നടത്തി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ മുച്ചൂട് ശരിയാക്കും എന്നുള്ള കോടതി വിമർശനം കൂടിയാണ്. ഇതിന് SITക്ക് ഒരേ രീതി, സമാന്തര രീതി തന്നെ ED അന്വേഷണം. ഇനി SIT ഇനിയും ഒരു തരത്തിൽ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ സമാന രീതി CBI അന്വേഷണം
അന്വേഷണം വരും. അതോടെ ഇത് പുകച്ചു പുറത്തേടുക. കാരണം ശബരിമല വിഷയം അങ്ങനെ ഒതുക്കാമെന്ന് പിണറായി സർക്കാർ വിചാരിക്കേണ്ട. സത്യം പറഞ്ഞാൽ ശബരിമല വിഷയം കൊണ്ട് പിണറായി സർക്കാർ പോയി. ഇതൊരു അയ്യപ്പന്റെ ഒരു കോപം എന്ന് തന്നെ പറയാം. അയ്യപ്പന്റെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. മറ്റൊരു കേസിലും ഇല്ലാത്തൊരു വല്ലാത്ത ഒരു ട്വിസ്റ്റ് എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴൊക്കെ ഇത് മുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇരട്ടി ആർജവത്തോടാണ് ഈ കേസ് മുന്നേക്ക് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു എൻഡിങ് പോയിന്റിലെത്തി. ഇതിപ്പോ എൻഡിങ് പോയിന്റിൽ എത്താൻ തുടങ്ങിയതാണ്. SIT ക്ലോസ് ചെയ്യാൻ തുടങ്ങിയത് 1 മാസത്തിനകത്ത് ഈ കേസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് പൊക്കിയെടുത്തോണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇനി നേരെ വമ്പൻ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് അറസ്റ്റ് നീങ്ങുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുക. ഹൈക്കോടതി ഈ വിലയിരുത്തലുകൾ, ഈ കൊടുത്ത തെളിവുകളിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് ഇവിടെ നിൽക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അടുത്ത അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്. പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും വാസുവിന്റെയും ജാമ്യം ഇന്ന് വീണ്ടും തള്ളിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടെ കിടക്കട എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇനി ഒരുത്തനും പുറത്തു പോകണ്ട. ഇതിന്റെ ഒരു ശബരിമല കൊള്ള നടത്തിയിട്ടുള്ള എല്ലാവരും ദേവസ്വം ബോർഡിന്റെ എല്ലാത്തിനെയും പൊക്കാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആൾക്കാരെയും ആ കാലഘട്ടത്തിലുള്ള എല്ലാവരെയും പൊക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനി തുടരെ എന്തായാലും വീണ്ടും SITക്ക് ഒരു ഊർജം നൽകിയിട്ടുണ്ട്. കാരണം ഇനി SITയുടെ മുമ്പിൽ പ്രഷർ കുഴപ്പമില്ല. കാരണം SITക്ക് എത്ര ഇനി പ്രഷർ കൊടുത്താലും അത് പിണറായി വിജയനെ താങ്ങേണ്ട കാര്യം SIT ഇല്ല. കാരണം ഇനി 3-4 മാസം കൂടെ ഉള്ളൂ. ഇനി സർക്കാർ മാറി വരും. അപ്പൊ പിണറായി താങ്ങിക്കൊണ്ട് നിന്ന അടുത്ത സർക്കാർ വരുമ്പോൾ ഇവർക്ക് പണി കിട്ടും. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ വരും. അത് ഇവർക്ക് മൊത്തത്തിൽ പണി കിട്ടാൻ സാധ്യത. അതുകൊണ്ട് ഇനി SIT ഒരു തരത്തിലും രാഷ്ട്രീയ ഇതില് നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള 2 അറസ്റ്റാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി മുന്നോട്ടേക്ക്, അതായത് ഈ പറയുന്നത് പോലെ ആ പ്രധാനിയിലേക്ക് എത്താനുള്ള മണിക്കൂറുകളാണ്. അതിനുവേണ്ടിയുള്ള പ്രധാനി എന്ന് പറഞ്ഞ ഒരാളെ വെക്കണ്ട. പ്രധാനികളുണ്ട് ഇതിനകത്ത്. പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നും വന്ന പാളിച്ചകളും മനഃപൂർവ്വം എടുത്ത കൊള്ളയും തന്നെയാണ്. ആ പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് തന്നെ എത്തണം. ഈ അമ്പലക്കൊള്ളക്കാർ എന്ന് പിണറായി സർക്കാരിനെ വിളിക്കാൻ ഇടവരാതിരിക്കട്ടെ. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി എന്നുള്ള പേര് VD സതീശൻ എപ്പോഴും പറയുന്നത് പോലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അവസാനിക്കാതിരിക്കട്ടെ. കാരണം CPMന്റെ അട്ടിപ്പതറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു വല്ലാത്ത കൊള്ളയായി പോയി. മറ്റേതാ അഴിമതി ഒരു പക്ഷേ എല്ലാവരും ക്ഷമിച്ചെന്നിരിക്കും. ഇതൊരു അയ്യപ്പനെ കൊള്ള. അയ്യപ്പ ഒരു തരത്തിലല്ല മേഘ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം എന്തിനാണ് ശബരിമലയോട് ഇത്രയും ഇവർക്ക് വൈരാഗ്യമെന്ന്. ആ സ്ത്രീ പ്രവേശനം മുതൽ SFIയുടെ നമ്മളൊക്കെ കഴിഞ്ഞ ചർച്ച ചെയ്ത് SFIയുടെ ഒരു പോസ്റ്റർ നോക്കുക. അവർ ഇന്ന് പാരഡി ഗാനത്തിനെതിരെ SFIയുടെ പോസ്റ്റർ മേഘ കണ്ടായിരുന്നു. സ്ത്രീയുടെ ആർത്തവരക്തത്തിന്റെ അകത്ത് മുങ്ങിക്കുളിക്കുന്ന അയ്യപ്പനെയാണ് കാണുന്നത്. 2 കാലിന്റെയും ഇടയിലൂടെ ആർത്തവരക്തത്തിന്റെ അടിയിൽ കിടക്കുന്നതാണോ ആ ദൈവസങ്കല്പം എന്ന് പറയുന്നത്? എന്തായാലും ഇതിന്റെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടതി ഇതിന് ഉത്തരം പറയിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പുതിയൊരു അപ്ഡേഷൻ വരുന്നത് വരെ നമസ്കാരം.